ഇന്ന് നമ്മൾ തുറക്കാൻ പോകുന്നത് എന്റെ പേഴ്സണൽ പേടിസപ്പനുമായ പ്രിസ്മാറ്റിക് എവല്യൂഷന്റെ പ്രീമിയം ഫിഗർ കളക്ഷൻ ബോക്സ് ആണ്. ഈ ബോക്സിന്റെ വില $130 അഥവാ $7,500 ആയിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. ഈ പ്രോഡക്റ്റ് ഇപ്പോൾ സെക്കൻഡറി മാർക്കറ്റിൽ ഏകദേശം 16,000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ആൻഡ് ഈ സെറ്റിന് 80+ പാക്സ് തുറന്നിട്ട് ഇതുവരെ നമുക്കൊരു EV എവല്യൂഷൻ പോലും കിട്ടിയിട്ടില്ല. ഈ സെറ്റിലെ മെയിൻ ചേസ് കാർഡ് അംബ്രിയോണിക്സ്, അതുകൂടാതെ EVയുടെ ബാക്കി എവല്യൂഷൻസും ചേസ് സെഗ്മെന്റിൽ ഉൾപ്പെട്ടതാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ലക്കി സബ്സ്ക്രൈബറിന് ബ്ലാക്ക് ബോട്ട് ആൻഡ് വൈറ്റ് പ്ലെയറിന്റെ ഓരോ പാക്സ് ഇതാണ് നമ്മുടെ ഗീവ് അവേ. ആൻഡ് ഇതിൽ എൻ്റർ ചെയ്യാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി നിങ്ങളുടെ ഫേവറേറ്റ് പോക്കേമോന്റെ പേര് താഴെ കമന്റ് ചെയ്യാം. ഗീവ് വിന്നേഴ്സിനെ 5th ഡിസംബർ നമ്മുടെ യൂട്യൂബിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ താമസിക്കാതെ നമുക്ക് നേരെ എടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ബോക്സ് പ്രീമിയം ഫിഗർ കളക്ഷൻ ഇവിടെ റെഡിയാണ്. ആക്ച്വലി ഈ ബോക്സ് എനിക്ക് തോന്നുന്നത് പ്രിസ്മാറ്റിക്കിൻ്റെ SPC കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ പ്രീമിയം കളക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്രൊഡക്ട്സ് ആയിരിക്കും ഇത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതിനകത്ത് നമ്മുടെ മറ്റേ ഗാർച്ചമിൻ്റെ ബോക്സ് പോലെയോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ബോക്സ് പോലെയല്ല. ആക്ച്വലി ഇതിനകത്ത് സാധനങ്ങളൊക്കെ യൂസ്ഫുൾ ആണ്. ലൈക്ക് ഈവൻ ഇതാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഡിസ്പ്ലേക്ക് ഉപയോഗിക്കാം. ആൻഡ് ഈ പിന്നാണെങ്കിലും ആൻഡ് പ്രൊമോസ് ഗൈസ്, ഈ 2 പ്രൊമോസ് ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബോക്സ് ഞാൻ മേടിച്ചെത്തേണ്ട അത്രയും വിലയുണ്ട് ഈ 2 പ്രൊമോസിന്. ആൻഡ് ഇത് SPO ആണ്, നമ്പറിയോൺ ആണ്. എനിക്ക് തോന്നുന്നു EV എവല്യൂഷൻസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഡിമാൻഡുള്ള സാധനമാണ്. ആൻഡ് ഇതിൻ്റെ കൂടെ ഒരു കാർഡ് സ്ലീവും ഉണ്ട്. ആക്ച്വലി ഇത് ആക്ച്വലി US ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല ശരിക്കും ഈ പ്രോഡക്റ്റ്. ഇതിൻ്റെ ഒഫീഷ്യലി ഇത് ശരിക്കും ഒരു 2-3 ആഴ്ച മുന്നേ അല്ലെങ്കിൽ എനിക്കൊന്ന് 1 മാസം മുന്നേ ഇറങ്ങേണ്ട ഒരു സാധനമായിരുന്നു. ബട്ട് ഇതിൻ്റെ ബാക്കിലൊരു പിന്നിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ പ്രൊട്ടക്ഷൻ കാരണം പ്രൊട്ടക്ഷൻ കൊടുക്കാൻ അവർ മറന്നുപോയി ശരിക്കും. അങ്ങനെ ഒഫീഷ്യലി ഡിലേ ആയൊരു ബോക്സാണിത്. ആൻഡ് അതുകൂടാതെ പ്രിൻറ്റിങ് ഇഷ്യൂസും ഉണ്ടായിരുന്നു ഒബിയസ്ലി. അപ്പോൾ നമുക്ക് ഈ ബോക്സിൻ്റെ ബാക്ക് ഒന്ന് നോക്കാം. അത്യാവശ്യം നൈസ് 2 അംബ്രിയോൻ്റെയും SPOൻ്റെ ഒരു ഹാർഡ് വർക്കോടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നോർമലി എനിക്കറിയാം, ഞാൻ ഇങ്ങനത്തെ ബോക്സ് ഞാൻ മേടിക്കുമ്പോൾ ഒബ്വിയസ്ലി എനിക്ക് 2 കാണും. ഞാൻ എൻ്റെ പേഴ്സണൽ കളക്ഷന് വേണ്ടി ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മുടെ ചാനൽ പൊട്ടിക്കാൻ വേണ്ടി മേടിച്ചാണ്. ആൻഡ് ഇതിനകത്ത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 പാക്കാന്ന് തോന്നുന്നു. 11 പ്രിസ്മാറ്റിക്കിൻ്റെ പാക്കും. പക്ഷേ ഒരു സൈഡിൽ 5, ഒരു സൈഡിൽ 6 അങ്ങനെ അവർ കൊടുത്തേക്കുന്നത്. ബട്ട് ബോക്സ് മൊത്തത്തിൽ കാണാൻ പൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ റിലീസും കാര്യങ്ങളും കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. ആൻഡ് പ്രിസ്മാറ്റിക് ഇപ്പോഴും പ്രിസ്മാറ്റിക് ഗോയിങ് ആണെന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാനില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം മുന്നേ, അതായത് ഈ നശിച്ച സെറ്റാണ് എല്ലാം തുടങ്ങി വെച്ചത്. അതായത് പോക്കിമോൻ്റെ ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷം, അതായത് ജാനുവരിയിലാണ് ഈ സെറ്റ് റിലീസായി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആ സമയത്ത് നാട്ടിലായിരുന്നു. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കല്യാണത്തിനും ലൈക്ക് പരിപാടിക്കൊക്കെ ആയിട്ട് നാട്ടിൽ വന്നൊരു ടൈമിലാണ് ഈ സെറ്റ് ഇറങ്ങുന്നത്. പ്രീ ഓർഡർ പോലും കിട്ടൂലായിരുന്നു ഈ സാധനം. എനിക്ക് ആക്ച്വലി ഇത് ഇറങ്ങിയ സമയത്ത് ഇതിൻ്റെ 2-3 പ്രീ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ പോയിട്ടൊക്കെ തിരിച്ചു വന്നിട്ടൊക്കെ മേടിക്കാം. അപ്പോഴത്തേക്കും പോക്കിമോൻ്റെ മറ്റേ ഹൈപ്പ്, അതായത് ആ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചൊരു സാധനമാണ് ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, പ്രിസ്മാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തുറക്കാം. എന്നിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും അവരിപ്പോഴും പ്രോഡക്റ്റ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് കോമഡി. ലൈക്ക് ഇത് പ്രിസ്മാറ്റിക്കിൻ്റെ ലാസ്റ്റ് പ്രോഡക്റ്റ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് കൊള്ളാം എന്തായാലും സാധനം. ഓക്കെ, ഇന്നത് ബോക്സ് എടുത്തപ്പോഴേ മൂഞ്ചലാണ്. ഒരു പ്രൊമോ അവിടെ ഇരിപ്പുണ്ട്, ഒരു പ്രൊമോ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ആക്ച്വലി ഞാൻ എന്നാൽ പ്രൊമോ ലാസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ എന്തായാലും അംബ്രിയോൺ ചാടി പോകുന്നതുകൊണ്ട് നമുക്കതെടുക്കാം. അടിപൊളി. ഇതിൻ്റെ സെൻറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചുമ്മാ നൈസായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പ്രൊമോ. ആൻഡ് ഈ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ പ്രൊമോൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ മാത്രം പ്രൊമോസ് 2 മാത്രം എനിക്ക് തോന്നുന്നത് ഈ ബോക്സിന് ഞാൻ കൊടുത്ത പൈസയുണ്ട്. ഞാൻ ആക്ച്വലി നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സാധനങ്ങളൊന്നും ഞാൻ സ്കാൽപ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ അല്ലെങ്കിൽ വില കൂടുതലൊന്നും മേടിക്കാറില്ല. ഞാൻ ആക്ച്വലി നമുക്ക് പ്രീ ഓർഡേഴ്സ് വരുമ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നമുക്ക് സ്റ്റോറിലൊക്കെ പോയി ക്യൂ നിന്ന് മേടിക്കും. ഭാഗ്യത്തിന് നമുക്ക് ആക്ച്വലി പ്രീ ഓർഡറിന് കിട്ടി. അപ്പോൾ ഈ ഒരു SPO കൂടി പുറത്തെടുത്തേക്കാം. എനിക്ക് തോന്നുന്നത് നമ്മൾ കാണാൻ പോകുന്ന ഒരേ ഒരു അംബ്രിയോൺ ഇതായിരിക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സെറ്റിൻ്റെ ഫുൾ റേറ്റ് ഈസ് ബ്രൂട്ടൽ എന്ന് വെച്ചാൽ അന്യായ ബ്രൂട്ടൽ. 85-86 പ്രിസ്മാറ്റിക്കിൻ്റെ പാക്ക് ഞാൻ തുറന്നിട്ട് ഇതുവരെ ഒരു EV എവല്യൂഷൻ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. കൈസ് ഇതും കൊള്ളാം. സെൻറ്ററിങ്ങും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ്. അടിപൊളി 2 പ്രൊമോസ്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊമോസ് ആണെന്ന് ഇപ്പോൾ ഞാനിത് പ്രൊമോ എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരോട് ചോദിക്കും ഇത് എങ്ങനെ നിങ്ങൾക്ക് പ്രൊമോ ആണോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ നമുക്ക് താഴെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലാക്ക് സ്റ്റാർ എന്ന് പറയുന്ന സാധനം എഴുതുന്നുണ്ട്. ബ്ലാക്ക് സ്റ്റാർ പ്രൊമോ എന്ന് പറയുന്ന സാധനം എഴുതിയിട്ടുണ്ട്. പ്രൊമോസ് മെയിൻലി നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ ഈ 2 കാർഡ്സ് എന്ന് പറയുന്നത് സ്ലീവ് ചെയ്തോട്ടെ. സ്ലീവ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡാമേജോ, ഞാൻ എപ്പോഴും സെറ്റ് ഓപ്പൺ ചെയ്യാൻ പ്രിസ്മാറ്റിക്കിൻ്റെ ഒന്നും കിട്ടത്തില്ലെങ്കിലും ഞാൻ കുറച്ച് കാർഡ് സ്ലീവ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളാണെങ്കിൽ തുറക്കുമ്പോൾ തന്നെ നമുക്കൊരു കാർഡ് സ്ലീവും ഒരു ടോപ്പ് ലോഡറോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നിങ്ങളൊരു പാക്ക് പൊട്ടിക്കുമ്പോൾ അത് മസ്റ്റാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പാക്കിൽ നിന്ന് എന്താ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ
ഈ 2 പ്രൊമോസിനും ആക്ച്വലി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോക്സിൻ്റെ വിലയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇ ബി ലിസ്റ്റിൽ കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഇത് എനിക്ക് ഒന്ന് $130 മേടിച്ചാണ്. പക്ഷേ അതിൻ്റെ വില ഇപ്പോൾ ബോക്സസ് 300-നും 320-നൊക്കെ മേടിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇൻസൈൻ അത്ര ഒരിക്കലും ആർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ബോക്സിൽ 2 ബ്യൂട്ടിഫുൾ പ്രൊമോസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിൻ്റെ സെൻറ്ററിങ്ങും കാര്യങ്ങളൊക്കെ പൊളിയാണ്. മിക്കവാറും നമ്മളിത് ഗ്രേഡിങ്ങിന് അയക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇതൊരു ഹാർഡ് കേസിനകത്തേക്ക് ഇട്ട് വെച്ചോട്ടെ. പ്രിസ്മാറ്റിക് നേരത്തെ പറഞ്ഞ പോലെ 80+ പാക്ക് പറഞ്ഞിട്ട് ഇതുവരെ എനിക്ക് DV എവല്യൂഷൻ പോലും കിട്ടിയില്ല. എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്. പുള്ളി ആക്ച്വലി ലൈക്ക് ഒരു വമ്പൻ ഇൻവെസ്റ്ററാണ്. പുള്ളിക്ക് ലൈക്ക് ലക്ഷക്കണക്കിന് രൂപ വരെയുള്ള പോക്കിമോൺ കാർഡ്സ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. പുള്ളി എനിക്ക് തോന്നുന്നത് 200-210 പാക്ക് പറഞ്ഞിട്ട് പുള്ളിക്ക് ആകെ കിട്ടിയത് ഒരു ഫ്ലെയറിയോൺ മാത്രമാണ് ഇതിൻ്റെ EV എവല്യൂഷൻ. അപ്പോൾ അത്രയ്ക്കും ബ്രൂട്ടലാണ് ഇതിൻ്റെ പുൾ റേറ്റ് എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നത് നമ്മൾ ടീം റോക്കറ്റ്സ് മ്യൂട്ടു ചേസ് ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇതിനകത്ത് അംബ്രിയോൺ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ നേരത്തെ പറഞ്ഞാൽ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ ഇവോൾവിങ് സ്കൈസ് എന്ന് പറഞ്ഞ അംബ്രിയോൺ ഉണ്ട്. എപ്പോഴും അംബ്രിയോൺ ക്രൗഡ് ഫേവറേറ്റ് ആണ്. അതൊരു പുള്ളാണ്, ലൈക്ക് അതൊരു ചേസ് കാർഡാണ് എപ്പോഴും. അപ്പോൾ ഈ പറയുന്ന പോലെ ആൾക്കാർ എപ്പോഴും ഈ അംബ്രിയോൺ എന്ന് പറയുമ്പോൾ ഭയങ്കര ക്രേസിയാണ്. അതുകൊണ്ട് മാത്രമല്ല യവന്മാർക്ക് പോക്കിമോൺ കമ്പനിക്ക് ഇത് അറിയാം. അവന്മാരത് ഇറക്കുമ്പോൾ അതുപോലെ തന്നെ ഇറക്കുള്ളൂ താനും. കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുൾ റേറ്റ് മാരകമായി കുറവായിരിക്കും. ആൻഡ് ഈ പിൻ ഇത് അടിപൊളിയാണ്. നൈസായിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പിൻ. ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ബോക്സ് ഡിലേ ആകാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം കണ്ടോ, ഈ ബോക്സ് ഇറക്കാൻ നേരത്ത് ഈ സാധനം പുറത്തെടുക്കാൻ പറ്റുമോ? ഈ സാധനം ഇത് ആക്ച്വലി നമുക്ക് കുത്തി വെക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതുണ്ടോ, ഈ ഒരു പിന്നില്ലാതെയാണ് ഇവർ ആദ്യത്തെ ബോക്സ് പ്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് പ്രിൻറ്റിങ് ഇഷ്യൂസും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാധനം ഇല്ലാതെയാണ് ഇത് ഇങ്ങനെ നമുക്ക് റെഗുലേറ്ററി ഇഷ്യൂസ് കാരണം ഇത് വിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ബോക്സ് ഡിലേ ചെയ്ത്. ഈ ബോക്സ് ഇപ്പോഴും US ഇറങ്ങിയിട്ടില്ല. ഇത് ആക്ച്വലി UK-ലും ഓസ്ട്രേലിയയിലും മാത്രം റിലീസ് ചെയ്തൊരു സാധനമാണിത് ആക്ച്വലി. അതുകൊണ്ട് ഇപ്പോൾ US-ലുള്ളവരൊക്കെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ UK-ന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ പ്രീ ഓർഡർ ചെയ്തിട്ടാണ് ലൈക്ക് ഓൾറെഡി ഓർഡേഴ്സ് വന്നു പറയുന്നത് മേടിച്ചിട്ടാണ് നേരെ US-ലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നൈസായിട്ടുള്ളൊരു പിന്നാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഇറ്റ്. നമുക്ക് അത് ഇവിടെ വെച്ചേക്കാം. ചെറുതാണ് ബട്ട് എന്നാലും കുഴപ്പമില്ല. ആൻഡ് ഈ ബോക്സിൽ എൻ്റെ ഫേവറേറ്റ് ആയിരിക്കും ഇത്. അംബ്രിയോൻ്റെയും SP-യുടെ ഒരു ഫിഗർ. ഇത് കൊള്ളാം. ഇത് ആക്ച്വലി ക്ലിയറായിട്ടുണ്ട്. മെയ്ഡ് ഇൻ ചൈന ആസ് യൂഷ്വൽ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സാധനം എൻ്റെ മിക്കവാറും ബാക്ക് ഷെൽഫിലോട്ട് പോകുമായിരിക്കും. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്സ് 2 EV എവല്യൂഷൻസ് ഫേവറേറ്റ് EV എവല്യൂഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ഈ സൈഡിലേക്ക് വെച്ചേക്കാം. ആൻഡ് പാക്സിലോട്ട് പോകുന്നതിന് മുന്നേ കാർഡ് സ്ലീവ്. എനിക്ക് ഇതിന് മുന്നേ പ്രിസ്മാറ്റിക്കിൻ്റെ പ്രോഡക്റ്റ്സിൽ ഇറക്കിയ എല്ലാ കാർഡ് സ്ലീവ്സ് SPCയിലുള്ള കാർഡ് സ്ലീവ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയാണ്. ഇതിനകത്ത് എത്ര കാർഡ് സ്ലീവ്സ് ഉണ്ട്? നോർമലി വരുന്നതിനൊക്കെ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, വാവ്, അടിപൊളി സാധനം. അടിപൊളി. ഞാനാണെങ്കിൽ ഈ കാർഡ് സ്ലീവ്സ് ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ഇത് ഞാൻ മെയിൻലി കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ബാക്കി ഇരിക്കുന്ന ഈ ബോക്സസിൻ്റെ എല്ലാത്തിൻ്റെയും കാർഡ് സ്ലീവ്സ് എൻ്റെ ഉണ്ട്. ഞാൻ മെയിൻലി കാർഡ് സ്ലീവ്സ് ക്ലിയർ സ്ലീവ്സ് ഇടാറുള്ളൂ. കാര്യം ബാക്കിൽ നമുക്ക് മറ്റേ സെൻറ്ററിങ്ങും കാര്യങ്ങളും കാണുന്ന രീതിയിൽ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ബാക്കിൽ ഓൾറെഡി ആർട്ട് വർക്ക് ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ ഈ ടൈപ്പ് ഓഫ് കാർഡ് സ്ലീവ്സ് ഒന്നും ഉപയോഗിക്കാറില്ല. ഞാൻ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാറാണ് പതിവ്. ആൻഡ് ഗൈസ്, വാട്ട് വി ആർ ഹിയർ ഫോർ. നമുക്ക് 1 2 3 4 ഈ സൈഡിൽ 6 എണ്ണമാണോ? 1 2 3 4 5 5 കോഡ് കാർഡ് വേണ്ടവരെടുത്തോ. 5 6 7 8 9 10. ഓക്കെ, 10 ഉള്ളു. അല്ല, 11 ഉണ്ട്. ഈ ഒരെണ്ണത്തിൻ്റെ ബാക്കിൽ ഒരെണ്ണം. എന്തിനാണ് ഇവർ 11 വെച്ചത്? എനിക്ക് എന്തായാലും കിട്ടില്ല മോനെ. എന്തായാലും നിനക്ക് ഇന്നൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ തൽക്കാലത്തേക്ക് ഇതോടി വെച്ചോ എന്നുള്ള രീതിയിലാണ്. സോ അപ്പോൾ 1 2 3 4 5 6 7 8 9 11 പ്രിസ്മാറ്റിക്കിൻ്റെ പാക്സാണ് നമുക്കിവിടെ ഉള്ളത്. സോ ഈ ബോക്സിൻ്റെ കണ്ടൻസൊക്കെ നമുക്കിവിടെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് വെക്കാം. ആൻഡ് അപ്പോൾ നമുക്ക് നേരെ നമുക്ക് പാക്സിലേക്ക് വെക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ പാക്സൊക്കെ ഇതാ ഇവിടെ റെഡിയാണ്. പ്രത്യേകിച്ചൊന്നും കിട്ടില്ല എന്നറിയാം. എന്നാലും ഞാനൊരു പ്രിക്കോഷന് വേണ്ടി ഇനി എന്തെങ്കിലും കിട്ടിയാലോ എന്ന് വെച്ച് കുറച്ച് കാർഡ് സ്ലീവ്സും ഞാനിവിടെ അൾട്രാ പ്രോയുടെ കാർഡ് സ്ലീവ്സാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പ്രമോഷനോ പരിപാടിയൊന്നുമല്ല. എന്നാലും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെനി സ്ലീവ്സിനകത്ത് അതായത് ഇതിനേക്കാളും കുറച്ചുകൂടി കട്ടിയുള്ള പെനി സ്ലീവ് ഉണ്ട്. എനിക്ക് അതാണ് ഇഷ്ടം. ഇത് ആക്ച്വലി കുറച്ചുകൂടി ലൈറ്റാണ്. ഞാൻ പെട്ടെന്നൊരു കടയിൽ പോയപ്പോൾ എൻ്റെ തീർന്നപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് മേടിച്ചു. നോർമലി ഞാൻ കുറച്ചുകൂടി കട്ടിയായിട്ടുള്ള സാധനം മേടിക്കുന്നത്. ആൻഡ് കുറച്ച് ടോപ്പ് ലോഡേഴ്സ് ഇവിടെ ഉണ്ട്. എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് ഇടാൻ. ആൻഡ് വെറുതെ ഒരു ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു വഴിക്ക് പോവല്ലേ എന്ന് കരുതി ഒരു 2 സ്റ്റാൻഡും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിലിട്ടാൽ
കിട്ടിയാൽ ഇട്ട് വെക്കാൻ വേണ്ടി. അപ്പോൾ എനിക്കൊന്ന് പ്രിസ്മാറ്റിക്കിൻ്റെ എല്ലാ പ്രോഡക്ട്സും നമ്മൾ ഇതിനു മുന്നേ ചാനൽ തുറന്നിട്ടുണ്ട്. ETB, SPC, ബണ്ടിൽ, ബൂസ്റ്റർ, എല്ലാ സാധനങ്ങളും തുറന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നമുക്കൊരു EV എവല്യൂഷൻ പോലും കിട്ടാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ സെറ്റിൻ്റെ പുൾ റേറ്റ് ഭയങ്കര ബ്രൂട്ടലാണ്. ഇപ്പോൾ പ്രിസ്മാറ്റിക് തുറക്കാൻ പോകുന്ന എല്ലാവരോടും ഞാൻ പറയും, ഫയറിംഗ് ചെയ്യുന്ന സ്റ്റാർട്ടിങ് ഓക്കെ. പ്രിസ്മാറ്റിക് തുറക്കാൻ പോകുന്ന എല്ലാവരോടും ഞാൻ പറയുന്ന അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ്പ് ഇറ്റ് സീൽഡ്. ഞാൻ ആക്ച്വലി ഇത് നമ്മുടെ ഇതിനു വേണ്ടി, അതായത് ചാനലിന് വേണ്ടി ഒരു തുറക്കുന്നുണ്ട് മാത്രം ഇതെടുത്താണ് ഈ വെപ്പോറിയൻ. ഇങ്ങനത്തെ EV എവല്യൂഷൻസ് നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ഹോളോ നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ബട്ട് ഇതുവരെ നമുക്ക് ആ EV എവല്യൂഷൻ കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഈ രണ്ടിൻ്റെ പ്രൊമോസ് ആക്ച്വലി ഇപ്പോൾ ഭയങ്കര റേറ്റിനാണ് വിറ്റ് പോകുന്നത്. ഒന്നാമത് അംബ്രിയോണുണ്ട്. പ്രധാനമായിട്ട് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോക്സ് റിലീസ് ചെയ്ത സമയത്ത് ഇത് അത്ര എന്താ പറയുക, ഇതിൻ്റെ റിലീസ് ഡേറ്റിന് എല്ലാവർക്കും ഒരു ആംബിഗിറ്റി ഉണ്ടായിരുന്നു. അതായത് എപ്പോഴാണ് ഈ സാധനം വരുന്നതെന്നോ അല്ലെങ്കിൽ എന്നാണ് ഇത് റിലീസ് ചെയ്യുന്നത് കറക്റ്റ് ഒരു അറിവില്ലാത്തതുകൊണ്ട് ഇപ്പോഴും US റിലീസ് ആകാത്തതുകൊണ്ട് ഇതിൻ്റെ പ്രൊമോസ് ആക്ച്വലി ഈ ബോക്സിൽ മാത്രം കിട്ടുന്നതുകൊണ്ടും ഈ പ്രോഡക്റ്റ് കുറച്ച് ലിമിറ്റഡ് ആയതുകൊണ്ടും ഇത് ആക്ച്വലി ഇതിനകത്ത് ശരിയാണ്, ഇതിനകത്ത് എനർജിയും ഒരു ഹോളോ ആയിരുന്നല്ലേ കിട്ടാത്തതുകൊണ്ട് പ്രൊമോസ് ആക്ച്വലി നല്ല റേറ്റിനാണ് വിറ്റ് പോകുന്നത്. അപ്പോൾ എനിക്ക് ആക്ച്വലി എൻ്റെ ഇതിനകത്ത് ഈ 2 ബോക്സിനകത്ത് കിട്ടിയത് അത്യാവശ്യം സാധാരണ പ്രൊമോസ് കിട്ടുമ്പോൾ നമ്മൾ സെൻറ്ററിങ്ങും കാര്യങ്ങളൊക്കെ പോക്കായിരുന്നു. ബട്ട് ഇത് ആക്ച്വലി കൊള്ളാം. ആസ് യൂഷ്വൽ നമുക്ക് കിട്ടുന്ന EV എവല്യൂഷൻസ് ആണ്. ലാസ്റ്റ് ആകുമ്പോൾ അങ്ങനെ ഒരു ഹോളോ തരും. ഇത് ഈ ഒരു ഹോളാണ് നമുക്ക് മെയിൻലി കിട്ടുന്നത്. അതിന് കേസ് നിങ്ങൾക്ക് നമ്മൾ ആക്ച്വലി കേരളത്തിലിപ്പോൾ ഇതുപോലത്തെ പോക്കിമോൺ കമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് നമ്മൾ ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി ലൈവ്സ് ഉണ്ട്. എനിക്കൊന്ന് ആഴ്ചയിലൊരു പറ്റുവാണെങ്കിൽ 7 ദിവസം ഞാൻ ചെയ്യും. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തിരക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 5-6 ദിവസം നമ്മൾ ചെയ്യും. അപ്പോൾ ലൈവും കാര്യങ്ങളൊക്കെ ആക്ച്വലി കുറേ ഗീവേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻലി അവിടെയാണ് ചെയ്യുന്നത്. ആൻഡ് പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പോക്കിമോൺ TCG കമ്മ്യൂണിറ്റിയിലോട്ട് കുറച്ചുകൂടി ഇൻവോൾവ് ആകാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഡെയിലി 6:30 സ്റ്റാർട്ട് ചെയ്യുന്ന ലൈവിലൊന്ന് പങ്കെടുക്കുക. അപ്പോൾ അതിനകത്ത് നമ്മൾ മെയിൻലി പോക്കിമോണിൻ്റെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള കുറച്ച് ഇവൻസും കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർഫ്രോയിസിൻ്റെ ഒരു മാസ്റ്റർ ബോൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു. കർമീൻ അംബ്രിയോൺ നമ്മൾ നേരത്തെ പറഞ്ഞ് തിരിച്ചെടുക്കുന്നു. നമുക്ക് ഈ അംബ്രിയോൺ മാത്രമല്ല ഈ അംബ്രിയോണും കൂടി കിട്ടി. ഇതെന്ന് എൻ്റെ എത്ര ഉണ്ടെന്ന് എനിക്കൊരു പിടിയില്ല. ബട്ട് ഓരോ പാക്കിൻ്റെ അറ്റത്തും ഓരോ EV എവല്യൂഷൻ നമുക്ക് തന്നിട്ടിരിക്കുകയാണ് ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പോക്കിമോൺ കമ്മ്യൂണിറ്റി മലയാളം പോക്കിമോൺ കമ്മ്യൂണിറ്റിയുടെ ഭാഗം താല്പര്യമുണ്ട് ഡെഫിനറ്റ്ലി നമ്മുടെ ലൈവിലോട്ടൊക്കെ പോരാ. അവിടെ നമുക്ക് മെമ്പർഷിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ നമുക്ക് റീസെൻ്റ്ലി നമ്മൾ കുറച്ചാൾ മുന്നേ നമ്മൾ മോണിറ്റൈസും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ മെമ്പർഷിപ്സും അതിൻ്റെ പേർക്സും കാര്യങ്ങളൊക്കെ എന്താണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവിലോട്ട് ഒന്ന് പോരാ. ആൻഡ് ഈ പറയുന്ന പോലെ ഗെയിമിങ് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അല്ലാണ്ട് നമുക്ക് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള കുറേ പരിപാടിയുണ്ട്. പിന്നെ നമ്മുടെ ഡിസ്കോഡ് ചാനലുണ്ട്. അപ്പോൾ പിന്നെ അതായത് പോക്കിമോൺ TCG പോക്കറ്റ് കളിക്കുന്നവരും പോക്കിമോൺ ഗോ കളിക്കുന്നവരുണ്ട്. അതിനകത്ത് പോക്കിമോൺ നമ്മുടെ നാട്ടിൽ കളക്ട് ചെയ്യുന്ന കാർഡ്സ് ഒരുപാട് കളക്ട് ചെയ്യുന്ന നേരത്തെ കുറേ OG കളക്ടേഴ്സൊക്കെ അതിനകത്തുണ്ട്. ആൻഡ് പുതിയ കളക്ടേഴ്സും അതിനകത്തുണ്ട്. അപ്പോൾ ഒരു TCG പോക്കറ്റ് കളിക്കുന്നവർക്ക് എസ്പെഷ്യലി ട്രേഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റി ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നത് ഇറ്റ്സ് പോക്കിബോൾ ഡൺസ്പാർസ് ടസ്കൾ അയൺ ബോർഡർ. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഡിസ്കോഡും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് പ്രൊഡക്റ്റും നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും നമ്മൾ എല്ലാ 5 ഷോർട്സ് വെച്ച് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ പ്രൊഡക്റ്റ് ഓപ്പണിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് പോക്കിമോണിൻ്റെ ഏറ്റവും പുതിയ സെറ്റായ ഫെൻറ്റാസ്റ്റൽ ഫ്ലെയിംസ് നമ്മൾ November 14 റിലീസാണ്. ആൻഡ് അതിൻ്റെ എല്ലാ പ്രോഡക്റ്റും നമ്മൾ 2 വെച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ഇതുപോലത്തെ പാക്ക് ഓപ്പണിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് നമുക്ക് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് അത് ഏറ്റവും ലേറ്റസ്റ്റ് TCG നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അതിനകത്തൊരു ചാർസോടുണ്ട് ഗൈസ്, അതിൻ്റെ പ്രൊമോ അത് ചുമ്മാ ഒരു രക്ഷയില്ല. ആൻഡ് അതുപോലെ തന്നെ ഒരു ഒറിക്കോറിയോയുടെ ഒരു പ്രൊമോയുണ്ട്. നമ്മൾ ഷിൻജി കനഡ ആർട്ട് വർക്ക്, അതും പൊളിയാണ്. നൈസ് ലാരി സ്കിൽ. എനിക്കൊന്ന് ഈ സെറ്റിനകത്ത് എനിക്ക് ട്രെയിനേഴ്സ് മാത്രം കിട്ടാൻ യോഗമുള്ളെന്ന് തോന്നുന്നു. കാര്യം എനിക്ക് ഇതുവരെ കിട്ടിയേക്കുന്നതിൽ നമുക്കിതുവരെ ട്രെയിനേഴ്സ് മാത്രമേ അതിനകത്ത് കിട്ടിയിട്ടുള്ളൂ ഈ സെറ്റിനകത്ത്. ബട്ട് നൈസ് കൊള്ളാം. ബാക്കിൽ സെൻറ്ററിങ് ഒക്കെ ആണെങ്കിലും ഇവിടെ ഇപ്പം നിങ്ങൾക്ക് എന്നോട് ഇതെങ്ങനെ PSA ഗ്രേഡിങ്ങിന് കൊടുക്കാൻ പറ്റും എന്ന് ചോദിക്കുന്നവർക്ക് ഉള്ളൊരു എനിക്ക് ഫോട്ടോ അയച്ചു തരുന്നത് ഇത് PSA ഗ്രേഡബിൾ ആണോ എന്ന് ചോദിക്കുന്നവർക്ക് നിങ്ങൾക്ക് തന്നെ നോക്കാൻ പറ്റിയ ഒരു എക്സാമ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അതായത്
ഈ റൈറ്റ് സൈഡിൽ കണ്ടോ, ഈ റൈറ്റ് സൈഡിൽ ഈ പിക്ചർ, അതായത് ഈ പിക്ചറിൻ്റെ ഈ റൈറ്റ് സൈഡിൽ നിന്നുള്ള ദൂരം കൂടുതലും ലെഫ്റ്റ് സൈഡിലുള്ള ദൂരം കുറവാണ്. മനസ്സിലായോ? അതായത് ഇതിൻ്റെ സെൻറ്ററിങ് പോക്കാണ് എന്നാണ് അതിൻ്റെ ഉദ്ദേശം ഫ്രണ്ടിൽ. പക്ഷേ മറിച്ച് ബാക്കിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിൽ ഓൾമോസ്റ്റ് ഓക്കെയാണ്. ലൈക്ക് PSA എന്ന് പറഞ്ഞൊരു 60-40 റേഷ്യോ അവർ അക്സെപ്റ്റ് ചെയ്യും, അതായത് ഈ ബോർഡേഴ്സിൻ്റെ. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഒരു റൈറ്റ് ഹെവി എന്നാണ് ഇതിന് പറയുന്നത്. റൈറ്റ് സൈഡ് ഹെവിയും ലെഫ്റ്റ് സൈഡ് ചെറുതുമാണ്. സോ ഒറ്റ നോട്ടം തന്നെ നമുക്ക് മനസ്സിലാവും ഇത് PSAക്ക് അയച്ചിട്ട് നമുക്ക് 10 കിട്ടില്ല, ഒരു 9 കിട്ടാനുള്ള സാധ്യതയാണ്, 9 ലൈറ്റ് കിട്ടാനുള്ള സാധ്യതയാണ്. പിന്നെ വേറെ കുറേ കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഡോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അതൊന്നും കാണുന്നില്ല. സോ ഇങ്ങനെ ഒന്ന് ലൈറ്റ് ഷൈൻ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് എന്തെങ്കിലും സ്ക്രാച്ചോ ഡോട്ട്സോ കാര്യങ്ങളൊക്കെയോ ഈ മൂലയ്ക്കുണ്ടോ എന്ന് കാര്യം നോക്കാൻ പറ്റും. അപ്പോൾ പാക്ക് ചെയ്യുന്നത്, അതായത് ഫ്രഷ് പാക്ക് ചെയ്യുന്നത്, അതായത് നിങ്ങളൊരു പാക്ക് ചെയ്യുന്നത് പുള്ള് ചെയ്തു ഈ കാർഡ്, അതായത് നിങ്ങൾ പുള്ള് ചെയ്ത കാർഡ് ഒരിക്കലും ഒരു PSA 10 പാക്ക് ഫ്രഷ് ഒരിക്കലും ഒരു PSA 10 ആണോ നിർബന്ധമില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ നമുക്കൊരു ഗോൾഡൻ ലുക്കാറി കിട്ടായിരുന്നു, മറ്റേ മെഗാ എവല്യൂഷനിലെ ചേസ് കാർഡ്. അതിൻ്റെ ബോട്ടം കോർണറിലൂടെ ഒരു ഡിങ് ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു ഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ കാര്യം ഞാനത് അപ്പം കണ്ടേയില്ല. പിന്നെ അത് എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സാധനത്തിന് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എന്ന്. പക്ഷേ അത് ശരിക്കും പാക്ക് ചെയ്യുന്ന അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്. അപ്പോൾ പാക്ക് ചെയ്യുന്ന നിങ്ങൾ പുള്ള് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഇത് കിട്ടണമെന്ന് നിർബന്ധമില്ല. അതായത് 100% അതൊരു PSA 10 ആണോന്നൊരു നിർബന്ധമില്ല പാക്ക് ചെയ്യുന്ന പുള്ള് ചെയ്തുകൊണ്ട്. സോ PSA 10 മാത്രമല്ല ബക്കറ്റും അങ്ങനെ കുറേ ഗ്രേഡിങ് പരിപാടികളുണ്ട്. സോ ഗ്രേഡിങ് എന്തിനാണ് ചെയ്യുന്നത്, എന്താണ് ഗ്രേഡിംഗ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽ യൂട്യൂബ് വീഡിയോ ഞാനിപ്പോൾ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ വീഡിയോ നമുക്ക് ഉടനെ റിലീസാകുന്നതാണ്. സോ നിങ്ങൾക്ക് PSA ഗ്രേഡിംഗ് എന്താണെന്നൊക്കെ ഡൗട്ടുള്ളവർക്ക് അവിടെ പോയി നോക്കാം. അപ്പോൾ മിൽടാങ്ക് ഇല്ലെങ്കിൽ ജനറലി ജസ്റ്റ് ഗൂഗിൾ ചെയ്താലും അല്ലെങ്കിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്, ലൈക്ക് ഇംഗ്ലീഷ് ക്രിയേറ്റേഴ്സ് ചെയ്തവരൊക്കെ ഉണ്ട്. സോ ഷൈമിൻ മിൽടാങ്ക് വിംസിക്കോട്ട് കൊള്ളാം. EV എവല്യൂഷൻ എന്നൊരു വെറൈറ്റി കിട്ടി. ഇന്ന് നമുക്കുള്ളത് 1 2 3 4 5 പാക്സാണ്. പിന്നെ ഇതിൻ്റെ പാക്ക് ടു ബോക്സ് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ 11 പാക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു പാക്ക് വിറ്റ് പോകുന്നത്, പ്രിസ്മാറ്റിക്കിൻ്റെ ഒരു പാക്ക് വിറ്റ് പോകുന്നത് എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ 14, 15, $20 വിറ്റ് പോകുന്നത്. സോ 20 ഇൻറ്റു ലൈക്ക് 11 ചെയ്യുമ്പോൾ തന്നെ $220. സോ പാക്കിൻ്റെ, അതായത് പാക്ക് റേഷ്യോ വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ ഈ ബോക്സ് നല്ല ലാഭമാണ്. കാര്യം 11, അതായത് MSRP മേടിച്ച് കഴിഞ്ഞാൽ ഇത് ഈ സാധനം നല്ലൊരു എനിക്ക് ഈ സ്ലോ പോക്കിൻ്റെ ആർക്കും ഭയങ്കര ഇഷ്ടം. കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര റിലാക്സ്ഡ് ആണ് പുള്ളി, എന്തോ ഭയങ്കര സുഖത്തിൽ കിടക്കുക പുള്ളി, കൊള്ളാം. അപ്പോൾ അങ്ങനെ ഈ പാക്ക് ടു ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോക്സ് നല്ല ലാഭമാണ്. കാര്യം പ്രൊമോസും ഉണ്ട്, പെർ പാക്കിന് $20 പോകുന്നുണ്ട്. അതിന് MSRP $130 മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ലാഭമാണ് ആക്ച്വലി. ഗ്രൗഡോൺ, ഈ ഗ്രൗഡോണിൻ്റെ മാസ്റ്റർ ബോൾ നമുക്ക് കിട്ടിയതാണ്. എന്തായാലും കിട്ടണമല്ലോ, കാര്യം കുറേ പാക്കായാലും നമ്മൾ പൊട്ടിക്കുന്നു. അപ്പോൾ പിന്നെ ഈ എറർ കാർഡ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് പാക്കിനകത്ത് എറർ വരാം. ഇപ്പോൾ നിങ്ങൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇതൊരു എററല്ല, ബട്ട് ബേസിക്കലി ഇപ്പോൾ ഇത് പ്രിൻറ്റ് ചെയ്തതിൻ്റെ പ്രിസ്മാറ്റിക് നടുക്കാണ് വരേണ്ടത്. ബട്ട് ഇപ്പോൾ ഇത് ഒരുപാട് ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലും റെഡ് ടൈപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഓബിയസ്ലി ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എറർ പാക്കാണ്, ഇതിപ്പോൾ എന്തിനാണ്. പക്ഷേ അങ്ങനെ വരുന്ന പാക്ക് ഭയങ്കര റെയറാണ്, അതുകൊണ്ട് ഭയങ്കര കാശ് കൂടുതലാണ്. അതുപോലെ തന്നെ മിസ് കട്ട്സ് ആൻഡ് മിസ് പ്രിൻസിന് പ്രത്യേകിച്ച് ഒരു വമ്പൻ മാർക്കറ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എഡിഷൻ പാക്സൊക്കെ ഇതുപോലെ റെഡ് ടൈപ്പ് ഒക്കെ അടിച്ച പാക്സൊക്കെ ഒരു പാക്ക് $1000 വിറ്റ് പോകുന്നത്. അപ്പോൾ അതിനും മിസ്കട്ടിനും ഒരു മാർക്കറ്റുണ്ട്, ട്രസ്റ്റ് മീ, ഭ്രാന്തന്മാരുണ്ട്. പിപ്പിറ്റാർ, ടസ്കർ, കോട്ടണി, എക്സിക്യൂട്ടർ, ലേസി പോക്കിബോളാണ്. മാസ്റ്റർ ബോൾ ആണെങ്കിൽ ഇവിടെ ചെറിയൊരു M എന്നുള്ള സാധനം കാണും. ഓക്കിഡോറി, ബാർസലോണ. ഓക്കെ ഗൈസ്, ഡൗൺ ടു ലാസ്റ്റ് 3 പാക്സ് 3 ഉണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി മിസ്കട്ടല്ല, ലൈക്ക് ഇത് ജസ്റ്റ് ഒരു ഇത്തിരി സെൻറ്ററിങ് മാറിപ്പോയെന്നുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഇതുള്ള അത്രയ്ക്കും നമുക്ക് എടുത്തു വെച്ചോ അല്ല സ്റ്റോർ ചെയ്യാൻ പറ്റിയ അതിന് മാത്രമൊന്നുമില്ല. കോഡ് കാർഡ്. അപ്പോൾ എനിക്കൊന്ന് ഇനി 3 പാക്സ് കൂടി ഉണ്ട്. 3 പാക്കിൽ എന്തായിട്ട് നമുക്ക് നോക്കാം. ബ്രോൺസോർ, അറോമറ്റൈസ്, EV. ഇപ്പോൾ ഈ അറോമറ്റൈസിന്
ക്ലിക്ക് പെട്ടെന്ന് കണ്ടപ്പോഴാണ് നമ്മുടെ പോക്കിമോൺ ലെജൻഡ്സ് സെഡ് ഗെയിം നമ്മൾ ഓൾമോസ്റ്റ് തീർക്കാറായി. നമ്മുടെ സ്ട്രീമിൽ പോക്കിമോണിൻ്റെ ഏറ്റവും പുതിയ ഗെയിമാണ് പോക്കിമോൺ ലെജൻഡ്സ് സെഡ്. അതിൻ്റെ DLCയും കാര്യങ്ങളും എല്ലാം നമ്മൾ കളിക്കുന്നതായിരിക്കും. അപ്പോൾ കോഡ് ബ്രേക്കിംഗ് ഇതിൻ്റെയൊക്കെ ഫോളോ ഉണ്ടോ? ഓക്കെ, സിൽവിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ സ്ട്രീമിംഗ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പോക്കിമോണിൻ്റെ ഗെയിം സ്ട്രീമിംഗ്, അപ്പോൾ ഇനി വരാൻ പോകുന്ന നമ്മളൊരു സ്പെഷ്യൽ സ്ട്രീമാണ് ഇനി ചെയ്യാൻ പോകുന്നത്, ഗോസ്റ്റ് ഓഫ് യോട്ടെ എന്ന് പറഞ്ഞ കാര്യം. നമ്മൾ 5-6 പോക്കിമോൺ ഗെയിം സ്ട്രീം ചെയ്ത്, അപ്പോൾ അതിനകത്ത് ചെറിയൊരു ഒരു വെറൈറ്റി എന്നുള്ള രീതിയിൽ നമ്മുടെ ചാനലിൽ നമ്മൾ ഗോസ്റ്റ് ഓഫ് യോട്ടെ ആണ് നമ്മൾ സ്ട്രീം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് റീസെൻ്റ്ലി ഇറങ്ങിയൊരു ഗെയിമാണ് ഗോസ്റ്റ് ഓഫ് സുഷിമയുടെ സെക്കൻഡ് പാർട്ട് പോലത്തെ ഒരു സംഭവമാണ്. ബട്ട് അഗൈൻ തടിപ്പോയി നമ്മൾ ഒരു പോക്കിമോണിന്ന് ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഗെയിം സ്ട്രീം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഗെയിംസിൻ്റെ സ്ട്രീമിംഗ് താല്പര്യമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഡെയിലി 6:30 നമ്മുടെ ലൈവിലേക്ക് പോരാ. സ്ക്രീൻ ഡെയിൽ പോക്കിബോൾ നൈസ്. ജോൾട്ടിയോൺ ആൻഡ് റോറിംഗ് മൂൺ. ആക്ച്വലി ഇതിനകത്ത് റോറിംഗ് മൂണിൻ്റെ ഒരു കിടിലനാട്ടുണ്ട് ശരിക്കും, ഈ പ്രിസ്മാറ്റിക്കിൻ്റെ സാധനത്തിനകത്ത് അടിപൊളി സാധനമാണ്. ആൻഡ് ഡൗൺ ടു നമ്മുടെ ലാസ്റ്റ് പാക്കിൽ മാജിക്കിൽ വിശ്വസിക്കുന്നവരുണ്ട്. എനിക്ക് ലാസ്റ്റ് പാക്ക് മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് വിശ്വാസമൊന്നുമില്ല, എന്നാലും നമുക്ക് നോക്കാം. അഗെയിൻ ഈ പ്രിസ്മാറ്റിക്കിൻ്റെ പ്രൊഡക്റ്റ് സീൽഡാക്കി വെക്കാൻ പറയുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ. ഇപ്പോൾ ഈ പാക്ക് എനിക്ക് തോന്നുന്നത് ഈ ബോക്സ് ഞാൻ പോക്കി റൈവ് തുറക്കുന്നത് കണ്ടായിരുന്നു. പുള്ളി ഈ ബോക്സ് തുറന്ന് ഇതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നത് ഒരു 10-30 പ്രിസ്മാറ്റിക്കിൻ്റെ പാക്ക് തുറന്നിട്ടും പുള്ളിക്ക് ഒന്നും കിട്ടിയില്ല. അതാണ് കോമഡി. അപ്പോൾ പ്രിസ്മാറ്റിക് ഉണ്ടെങ്കിൽ കീപ്പ് ഇറ്റ് സീൽഡ്. എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ സീൽഡ് പ്രൊഡക്ട്സ് ഉള്ളത് പ്രിസ്മാറ്റിക്കിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പാക്കാണ് നമുക്ക് നോക്കാം. സീക്രട്ട് ആർട്ട് എയ്സ്പെക്ക്. നിങ്ങൾക്ക് കുറേ പേർക്ക് എയ്സ്പെക്ക് കാർഡ്സ് എന്താണെന്ന് അറിയത്തില്ല. എയ്സ്പെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സ്കാർലറ്റ് ആൻഡ് വൈൽഡിലും ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനമാണ് എയ്സ്പെക്ക് എന്ന് പറഞ്ഞാൽ. എയ്സ്പെക്കിനെ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിങ്ക് സ്റ്റാർ കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എയ്സ്പെക്ക് കാർഡ്സ്. ഇത് ആക്ച്വലി പോക്കിമോൺ TCGയിൽ ഉപയോഗിക്കുന്നതാണ്. അവർക്കാണ് ഇത് കുറച്ചുകൂടി ഗുണം. ഈ കളക്ടേഴ്സിനെ സംബന്ധിച്ച് ഇത് കൊള്ളാം. ഇതുള്ള എനിക്ക് തോന്നുന്നു $3-4 ആ ഒരു റേഞ്ചാണ് ഇതിൻ്റെ വില. ഞാൻ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് ഞാൻ പ്രൈസ് എന്തായാലും പറയാം. ബട്ട് ഇത് കൊള്ളാം. എയ്സ്പെക്ക് ഇതിന് എനിക്കൊന്ന് പ്രിസ്മാറ്റിക് ഇതുവരെ നമുക്ക് എയ്സ്പെക്ക് കിട്ടിയിട്ടില്ല. റെജിക്കി ഗ്യാസ് ഇതിൻ്റെ മാസ്റ്റർ ബോൾ നമുക്ക് കിട്ടിയതാണ്. യെസ്, കൊള്ളാം. അപ്പോൾ ലാസ്റ്റ് ബാക്ക് തന്ന് വീഡിയോ ഒക്കെ വൈൻഡപ്പ് ചെയ്യുന്ന പോകുന്നതിന് മുന്നേ ബോക്സ് നമ്മളൊന്ന് കനിഞ്ഞതാണ്. ഒരു അയൺതോൺ EXും പിന്നെ സൈക്ലോണും സ്കൂബപ്പ് സൈക്ലോൺ ട്രെയിനേഴ്സ്. ഇത് ആക്ച്വലി പോക്കിമോൺ TCGയിൽ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് പുട്ട് 1 ഓഫ് യുവർ പോക്കിമോൺ അറ്റാച്ച് ടു ഓൾ ദി സിംഗിൾ കാർഡ്സ് ഇൻ യുവർ ഹാൻഡ്. അപ്പോൾ അങ്ങനെ ഒരു ട്രെയിനർ കാർഡാണ്. ആൻഡ് അപ്പോൾ നമുക്ക് കിട്ടിയ ഹിറ്റ്സ് ഇതാണ്. 3 ഹിറ്റ്സ് പ്ലസ് നമ്മുടെ അടിപൊളി പ്രൊമോസ്. ഇത് ആക്ച്വലി ബോക്സ് തുറക്കുന്നതിൽ എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ മിക്കവാറും നമുക്ക് ഇത് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് നേരെ മിക്കവാറും ഞാനിത് സ്ട്രൈറ്റ് അവേ നമുക്ക് ഗ്രേഡിങ്ങിന് അയക്കാനുള്ള സാധ്യതയില്ല. ഞാൻ കാണുന്നത് ഒന്നുകൂടി ക്ലോസിൽ ഇൻസ്പെക്ട് ചെയ്ത് ചിലപ്പോൾ പ്രിന്റ് ലൈൻസ് ഒക്കെ കാണും. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പോക്കിമോൺ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങൾക്ക് ഒറിജിനൽ പോക്കിമോൺ കാർഡ്സോ സ്ലാബ്സോ പാക്സ് ഒക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ pokimachan.in ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആൻഡ് പോക്കിമോൺ റിലേറ്റഡ് ഗെയിംസ് അല്ലെങ്കിൽ ജനറലി ഗെയിംസിന് സ്ട്രീമിംഗ് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി ലൈവ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ പോക്കിമോൺ റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ഫോളോ ഫോർ മോർ.